ഹായ്, ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത് വന്നത് ഒരു ടൈമിംഗ് ചെയിൻ മാറ്റാനുള്ള CBR 250, പിന്നെ മെക്കാനിക്കൽ സീല് മാറ്റാൻ, പിന്നെ കൂളൻ്റ്, എഞ്ചിൻ ഓയിൽ, അങ്ങനെ ജനറലായിട്ടുള്ള സർവീസിന് വന്ന വണ്ടിയാണ്. ഓക്കെ, അതിന് മെക്കാനിക്കൽ സീല് ഇതാ വരുന്നത്. ചേഞ്ച് ആക്കുമ്പോൾ ഇതെല്ലാം ചേഞ്ച് ആക്കണം. അതിൻ്റെ മെക്കാനിക്കൽ സീല്, വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീല്, ബെയറിങ് എല്ലാം ചേഞ്ച് ആക്കണം. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ വീണ്ടും കംപ്ലൈൻറ്റ് വരും. ഇത് വരുന്ന കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ, മെക്കാനിക്കൽ സീലിൻ്റെ ലീക്ക് വരുന്നത് ഇതിലേക്ക് കൂടി ആയിരിക്കും. അത് ഓയിൽ ലീക്ക് ആയിരിക്കും ഇതിന് അധികം വരാറ്. CBR 250 വരുന്ന മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സീൽ കംപ്ലൈൻറ്റ് ആക്കി തന്നെ. വാട്ടർ പമ്പ് കൂളൻ്റ് മിക്സ് ആയാൽ കുറവാണ്. ഇതിന് വരുന്ന മെയിൻ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിലേക്ക് കൂടി ഓയിൽ ലീക്കാണ് വരാറ്. കൂളൻ്റ് മിക്സ് ആകുന്നതിൽ ഒരു 10% ഇതുവരെയായിട്ട് വന്നിട്ടുള്ളൂ. അധികം വരാറ് ഇതിലേക്ക് കൂടി ഓയിൽ ലീക്ക് വരുന്നതാണ് ഈ കൂളൻ്റ് ലീക്ക് ആവുന്നത്. ഈ ക്ലച്ച് കവറിൻ്റെ ഈ ചെറിയൊരു ഹോളിൻ്റെ ഇതിലേക്ക് കൂടി ഓയിൽ ലീക്ക് വരും. പിന്നെ ഇതിൽ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ ഓയിൽ ചേഞ്ച് എന്തായാലും ചെയ്യണം. അപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രീമിയം എഞ്ചിൻ ഓയിലും പ്രീമിയം കൂളൻറ്റും ഒഴിക്കാൻ പറഞ്ഞു. റോ ജർമ്മനിൻ്റെ കൂളൻറ്റും എഞ്ചിൻ ഓയിലും കൂടി ഇതിൽ ആഡ് ആക്കുന്നുണ്ട്.